بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. يا أيها الناس അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനോട് ഭയഭക്തി പുലർത്തുക. പരിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവേള പോലുള്ള ഇടപാടുകളുടെ സന്ദർഭത്തിൽ ആലി ഇമ്രാൻ സൂറത്തിലെ ഒരായത്തും ഈ ആയത്തും സൂറത്തുൽ അഹ്സാബിലെ 2 ആയത്തുകളും പാരായണം ചെയ്തിരുന്നതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. ആലി ഇമ്രാൻ സൂറത്തിലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന അനുഗ്രഹീത വചനം സൂറത്ത് ആലി ഇമ്രാൻ 102-ാമത്തെ ആയത്ത് യഥാസ്ഥാനത്ത് വിവരിക്കുകയുണ്ടായി. അള്ളാഹു നമ്മുടെ യാത്ര എളുപ്പമാക്കുമാറാകട്ടെ. സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാനത്തിൽ ഇനി വരാൻ പോകുന്ന ആയത്തും വിവരിക്കപ്പെടും. ഇവിടെ ഈ സൂറത്താണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു തആല ഈ സൂറത്തിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന സ്നേഹനിർഭരവും സർവവ്യാപകവുമായ സംബോധന നടത്തിക്കൊണ്ട് 4 കാര്യങ്ങൾ ഉപദേശിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ അറബികളെ, അനറബികളെ, മുസ്ലിംകളെ, അമുസ്ലിംകളെ, ജാതിമത വ്യത്യാസമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, ദാസികളെ, നിങ്ങൾ 4 ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നല്ല, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ 4 ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും നിങ്ങൾ പരിശ്രമിക്കും. നിങ്ങളുടെ കുടുംബജീവനം നന്നാകും. മാനവരാശിയുടെ പരസ്പര ബന്ധങ്ങൾ സുന്ദരമാകും, സുദൃഢമാകും. അതിലെ 1-ാമത്തെ കാര്യം ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനെ നിങ്ങൾ ഭയഭക്തിയോടെ അനുസരിച്ച് ജീവിക്കുക. നിങ്ങളെ പരിപാലിച്ചവൻ, ഏകനായ പടച്ചവൻ, നിങ്ങളെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 3 മറകൾക്കുള്ളിലായി സംവിധാനിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. പിന്നീട് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. തുടർന്ന് മാതാവിൻ്റെ വയറ്റിൽ നിന്നും ഈ ലോകത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. തരാതരം അനുഗ്രഹങ്ങൾ നൽകി. പ്രധാനമായും 2 അനുഗ്രഹങ്ങൾ. ഒന്ന്, ഭൗതിക ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ. 2, പരലോക വിജയത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ. ഇതെല്ലാം നൽകിയ പടച്ചവൻ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. പരിപാലകൻ ആരാണെന്നറിയാമോ? നമ്മെ പടച്ചവൻ, നമുക്ക് വഴി കാണിച്ചവൻ. ജനിച്ചു വീണപ്പോൾ
മാതാവിൻ്റെ സ്തനത്തിൽ നിന്നും അമൃത് ലഭിക്കും, ആഹാരം ലഭിക്കും, പാനീയം ലഭിക്കും എന്ന് മനസ്സിലാക്കി തന്ന് അങ്ങോട്ടേക്ക് വഴികാട്ടിയതാരാണ്? ശൈശവത്തിലേക്കും യുവത്വത്തിലേക്കും നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ആരാണ്? ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതുപോലെ നിങ്ങൾക്ക് പരലോകത്തിൻ്റെ വിജയത്തിനും ആവശ്യമായ, യഥാർത്ഥ വിജയത്തിന് അനുപേക്ഷണീയമായ മഹനീയ സന്ദേശങ്ങളും മനസ്സിലാക്കി തന്നവനാണ്. വല്ലദീ യുത്ഇമുനീ വയസ്ഖീൻ, ആഹാരം തരുന്നവനും അല്ലാ, പാനീയം തരുന്നവനും അല്ലാ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗം വന്നാൽ രോഗം മാറ്റുന്നവനും അല്ലാ. അങ്ങനെയുള്ള പടച്ചവനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കുക. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. എന്നല്ല ഈ ഉപദേശം ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ളവരോടും നിങ്ങളോടും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം പടച്ചവനോട് ഭയഭക്തി പുലർത്തുക എന്നതാണ്. വെള്ളിയാഴ്ച ജുമഅയുടെ കാതലായ കാര്യം തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. എന്താണ് തഖ്വ? 5 കാര്യങ്ങൾ. 1, അള്ളാഹുവിനെ അറിയണം. പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി പടച്ചവനെ അറിയണം. ആ പടച്ചവൻ്റെ തിരുഗുണങ്ങൾ മനസ്സിലാക്കണം. ഈ സൂറത്തിൽ ഇടയ്ക്കിടയ്ക്ക് പടച്ചവൻ്റെ തിരുഗുണങ്ങൾ പറയും. അതൊന്നും കിട്ടാത്തത് കൊണ്ട് അവസാനം അങ്ങ് യാ റബ്ബൽ ആലമീൻ പറയൽ പോലെയല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ദർശനങ്ങളാണ്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഇന്നല്ലാഹ കാന അലിയൻ കബീറ. അള്ളാഹുവിനെ അറിയണം, പടച്ചവനെ അറിയണം. 2, ആ പടച്ചവനെ സ്നേഹിക്കണം. പടച്ചവൻ്റെ വചനങ്ങൾ പാരായണം ചെയ്ത് അവൻ്റെ നാമങ്ങൾ പറഞ്ഞ് ആ പടച്ചവൻ്റെ പ്രവാചകനെ പിൻപറ്റി നമസ്കാരങ്ങളിലും ദിക്ർ ദുആകളിലും താല്പര്യം കാണിച്ച് പടച്ചവനോടുള്ള സ്നേഹമുണ്ടാക്കിയെടുക്കണം. ഫർദുകൾ നിർവഹിച്ചുകൊണ്ട് സുന്നത്തുകളും അനുഷ്ഠിച്ചുകൊണ്ട് പടച്ചവനോടുള്ള സ്നേഹമുണ്ടാക്കിയെടുക്കണം. ഖുദ്സിയായ ഹദീസിൽ വരുന്നു, എന്നിലേക്കുള്ള അടിസ്ഥാനപരമായ സ്നേഹബന്ധം ഉണ്ടാകുന്നത് ഫർദുകളിലൂടെയാണ്, പിന്നീട് സുന്നത്തുകളിലൂടെ ആ സ്നേഹബന്ധം വർദ്ധിക്കുന്നതാണ്. 3, ആ പടച്ചവനെ ഭയക്കണം. പടച്ചവൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ പടച്ചവനെ പറ്റിയുള്ള ഭയമുണ്ടാകും. പടച്ചവൻ്റെ സ്നേഹകാരുണ്യങ്ങൾ അറിയുമ്പോൾ സ്നേഹമുണ്ടാകും. പടച്ചവൻ്റെ ഗൗരവം അറിയുമ്പോൾ ഭയമുണ്ടാകും. പ്രത്യേകിച്ചും ഈ ആയത്തിൻ്റെ അവസാനം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പടച്ചവൻ നിരീക്ഷിക്കുന്നുണ്ട്, പടച്ചവൻ അറിയുന്നുണ്ട്. 4, ആ പടച്ചവൻ്റെ കൽപ്പനകൾ പാലിക്കണം. സ്നേഹനിധിയായ ഗൗരവ സമ്പൂർണനായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമസ്കാരം. ആ പടച്ചവൻ്റെ കൽപ്പനയാണ് വൈവാഹിക ജീവിതം. ആ പടച്ചവൻ്റെ കൽപ്പനയാണ് സാമ്പത്തിക സുരക്ഷിതത്വം. ആ പടച്ചവൻ്റെ കൽപ്പനയാണ് നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കൽ. ഇത് മനസ്സിലാക്കി പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. 5, ആ പടച്ചവൻ്റെ നിരോധനങ്ങൾ വർജിക്കണം. പരസ്പരമുള്ള വഴക്ക് പടച്ചവൻ നിരോധിക്കുന്നു. മോശമായ ജീവിതം പടച്ചവൻ നിരോധിക്കുന്നു. അള്ളാഹു നൽകിയ കണ്ണും കാതും കയ്യും കാലും തെറ്റായ വഴിയിൽ ഉപയോഗിക്കുന്നതിനെ പടച്ചവൻ നിരോധിക്കുന്നു. ഇത് മനസ്സിലാക്കി അതിൽ നിന്നും അകന്നു കഴിയണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ വിവാഹത്തിൽ പടച്ചവനോട് ഭയഭക്തി കാണിക്കണം.
അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരുപക്ഷെ വിവാഹത്തിൻ്റെയും വിവാഹമോചനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴക്കിൽ അല്പം പോലും പരിഗണിക്കാത്തത് പടച്ചവനെയായിരിക്കും. പക്ഷേ പ്രധാനമായിട്ടും അള്ളാഹു പറയുന്നു, പ്രഥമവും പ്രധാനവുമായി നിങ്ങൾ വിവാഹത്തിൽ, വൈവാഹിക ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സുഗന്ധങ്ങൾ വിടരുമ്പോൾ, കോപത്തിൻ്റെ പുകച്ചുരുളുകൾ ഉയരുമ്പോൾ നിങ്ങൾ പടച്ചവനോടുള്ള ഭയഭക്തി പുലർത്തി. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. വിവാഹമോചനത്തെപ്പറ്റി മാത്രം പറയുന്നൊരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്, സൂറത്ത് തലാഖ്. എത്ര പ്രാവശ്യമാണ് പടച്ചവനോട് ഭയഭക്തി പുലർത്തുക, പടച്ചവനോട് ഭയഭക്തി പുലർത്തുക. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. നിങ്ങൾ വിവാഹത്തിൽ സന്തോഷിച്ചുകൊള്ളിൻ, വിവാഹ പരിപാടികൾ സന്തോഷപ്രദമാക്കാൻ പടച്ചവനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. മഹാനായ മൂസാ മൗലാന റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ പറയുമായിരുന്നു, വിവാഹത്തിൻ്റെ വീടുകളിൽ വെൽക്കം വെക്കും, എല്ലാവർക്കും സ്വാഗതം, പിശാചിന് പോലും സ്വാഗതം, അള്ളാഹുവിനും റസൂലിനും മാത്രം സ്വാഗതമില്ല. വിവാഹത്തിന് മുമ്പുള്ള തലേന്ന്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള പരിപാടി എല്ലാം ഇന്ന് അപകടത്തിലേക്ക് പോയിരിക്കുന്നു. വിവാഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് വഷളാകണ്ടെന്ന് വിചാരിച്ച് തലേന്ന് പോകുമായിരുന്നു, തലേന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വിവാഹം വരുന്നു, ഒരു കൂട്ടം ആൾക്കാർ മുമ്പോട്ട് വന്ന് കൈയടക്കി മുഴുവൻ തോന്നിവാസങ്ങളും ചെയ്യും. നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൻ. ഒന്ന് പണ്ഡിതന്മാരുമായി ആലോചിച്ച്, ഒന്ന് കൂടി ആലോചിച്ച്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പരിപാലകനായ പടച്ചവൻ, നിങ്ങളുടെ ഇന്നലകളെ നിയന്ത്രിച്ചവൻ, ഇന്നുകളെ നിയന്ത്രിക്കുന്നവൻ, നാളെയും നിയന്ത്രിക്കുന്നവനായ പടച്ചവനോട് നിങ്ങൾ ഭയഭക്തി പുലർത്തുക. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അന്ത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ഭയഭക്തി തരണമേ, ഞങ്ങളുടെ മനസ്സുകളെ നീ പരിശുദ്ധമാക്കണമേ. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ.